ടീച്ചേഴ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. സൂംബ എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ഫോമാറ്റ് അതൊരു ട്രെയിനറാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും. ഇതിനാ പുറത്തുനിന്നൊരു ലഹരി നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ലഹരി ഉണ്ടാക്കുക. അപ്പം നല്ല റിതമുള്ള ഒരു സോങ്ങും അതിൻ്റെ കൂടെ ഒരു ഡാൻസ് ഫോമാറ്റിലുള്ള ഒരു ഫിറ്റ്നസ്സും കൂടി ആകുമ്പോൾ അത് നമ്മളൊന്നും പറയണ്ട, അത് ലഹരിക്ക് അപ്പുറമായിരിക്കും. ഹായ് സുരഭി. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് സൂംബ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു ചർച്ചാ വിഷയത്തെ അല്ലെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരുപാട് വിവാദത്തെ, ആരോപണങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ഒരുപാട് ചർച്ചകൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൂംബ ട്രെയിനർ എന്നുള്ള രീതിയിൽ സുരഭി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോഴത്തെ കാലത്ത് കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഫിറ്റ്നസിൻ്റെ സൂംബ എന്ന് മാത്രമല്ല, സൂംബയിലാണെങ്കിലും ഇപ്പോൾ ജിമ്മിലാണെങ്കിലും യോഗയിലാണെങ്കിലും എന്തിലാണെങ്കിലും കംഫർട്ടബിൾ, അത് നിർബന്ധമാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. അതിപ്പോൾ ചിലർക്ക് കംഫർട്ടബിൾ ചുരിദാറായിരിക്കാം, ചിലർക്ക് കംഫർട്ടബിൾ കുർത്തയായിരിക്കാം, ചിലർക്ക് ജീൻസും ടോപ്പും ആയിരിക്കാം. ജീൻസ് കൂടുതലായിട്ട് ഇടരുതെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള വസ്ത്രമാണ്, പിന്നെ കംഫർട്ടബിൾ ആയിരിക്കില്ല. നമ്മൾ ജീൻസ് ഇട്ട് കളിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ കംഫർട്ടബിൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രം ധരിക്കുക. അത് നമ്മൾ ഫുള്ളി കവേർഡ് ആണോ അല്ലെങ്കിൽ ഹാഫ് കവേർഡ് ആണോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് കംഫർട്ടബിൾ എന്താണോ അത് ഞാനിടുക. അതിപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങുന്നതാണെങ്കിലും ഓരോരുത്തരുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ ഇടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കിപ്പോൾ എനിക്ക് എന്തിടണം എന്നുള്ള ഒരു റൈറ്റ് അതെനിക്കുണ്ടല്ലോ. അതേപോലെ എല്ലാവരും നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തിനൊന്നും കയറി അധികം കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ നമ്മളിത് സ്കൂളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല കാറ്റഗറി ഉണ്ട്, LP, UP, ഹൈസ്കൂൾ. അപ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഇരിക്കെ അവർക്ക് പ്രത്യേക തരത്തിലുള്ള ആ ഏജ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക തരത്തിലുള്ള എക്സസൈസുകളുണ്ടോ? അതിലെന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ? അതിനൊക്കെ ഉണ്ട്. അതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ സ്കൂളുകളിലേക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഈ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സ്കൂളുകളിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുട്ടികളോട് യൂണിഫോമിലാണ് കുട്ടികളെല്ലാവരും നമ്മളുടെ അടുത്ത് വർക്കൗട്ടിന് വരുന്നത്. സ്കൂളുകളിൽ നമ്മൾ കൊടുക്കുമ്പോൾ അവരോട് ഒരു 1 hour ആണ് നമ്മളുടെ സൂംബ, നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വാ, അങ്ങനെയൊന്നും പറയാറില്ലല്ലോ. അവർ യൂണിഫോമിൽ അവർ കംഫർട്ടബിൾ ആണ്. അപ്പോൾ യൂണിഫോമിൽ തന്നെയാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇവർ ചോദിച്ചത് LP, UP അങ്ങനെ സൂംബയ്ക്ക് കിഡ്സിനായിട്ട്, ജൂനിയർ കിഡ്സിനായിട്ടുള്ള സൂംബ പ്രത്യേകം തന്നെ ഉണ്ട്. അതിന് പ്രത്യേകം ട്രെയിനിങ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഒരു ട്രെയിനർക്ക് മാത്രമാണ് നമ്മൾ കിഡ്സിനേക്ക് വർക്കൗട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ കിഡ്സ് കഴിഞ്ഞാൽ അഡൽട്സിന് വേറെ തന്നെ ഒരു സൂംബൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ സൂംബ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ ഹെൽത്തിനെ കുറച്ചും കൂടെ കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ വർക്കൗട്ട് ഉണ്ട്. പക്ഷേ ഈ ഏജ് ലിമിറ്റ് ഇല്ല, എല്ലാവർക്കും ചെയ്യാം, ചെറിയ മക്കൾക്കടക്കം. സുരഭി, അതുപോലെ തന്നെ നമുക്ക് അറിയാം പാരൻസിനുള്ള മെയിൻ ഒരു കൺസേൺ ആണ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ഹൗ ഡു യു യൂഷ്വലി എൻഷുർ ദ സേഫ്റ്റി ഡ്യൂറിങ് എക്സസൈസ്? ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ജിമ്മിൽ പോയാൽ അവിടെ ഒരു ട്രെയിനർ ഉണ്ടാവും. അതേപോലെ തന്നെ സൂംബ ചെയ്യുമ്പോൾ സൂംബക്ക് ഒരു ട്രെയിനർ ഉണ്ടാവും. ആ ട്രെയിനറാണ് എന്താ പറയുക, ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു സൂംബ കളിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വെറുതെ കളിച്ച് പോകുമെന്നല്ല ചെയ്യുക. ഞാൻ കളിക്കുന്ന ഓരോരുത്തരുടെയും സ്റ്റെപ്സും, അവരിപ്പോൾ സ്ക്വാട്ട് അടിക്കുന്നതാണെങ്കിൽ കറക്റ്റ് ആണോ സ്ക്വാട്ട് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുറേ ലൈസൻസ്ഡ് അല്ലാത്ത ട്രെയിനേഴ്സ് ഇപ്പം സ്കൂളുകളിൽ പോലും കുഞ്ഞു മക്കൾക്ക് പോലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരെങ്ങനെയാണ് ഇതിൻ്റെ സേഫ്റ്റി മെഷർ ചെയ്യുക? അവർക്ക് എങ്ങനെയാണ് സേഫ്റ്റി കൊടുക്കാൻ പറ്റുക? കാരണം ഇത് പഠിക്കണ്ടേ നമ്മളിപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആയാലും. ഇപ്പോൾ സ്കൂളുകളിൽ ടീച്ചേഴ്സ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കോഴ്സുകൾ പഠിച്ചിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സൂംബക്കായാലും ഫിറ്റ്നസ്സിനായാലും ഇൻ കേസ് പുറത്ത് എന്ത് പ്രോഗ്രാം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്നിട്ട് പോയിട്ട് നമ്മൾ ക്ലാസ് ചെയ്യാം. നമുക്കറിയാം കുട്ടികളെല്ലാം ഒരേ ലെവലുള്ള കുട്ടികളായിരിക്കില്ല. പഠന വിഷയം പോലെ തന്നെ ആരോഗ്യകരമായിട്ടും അല്ലെങ്കിൽ അവർ എത്രത്തോളം ആക്റ്റീവായ കുട്ടികളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഈ കുറച്ച് ഷൈ ആയിട്ടുള്ള, കുറച്ച് ഇനാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മകൻ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പോൾ ഞാൻ മോൻ അമൃത സ്കൂളാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ കൊണ്ടാക്കുമ്പോഴേ എനിക്കറിയാം എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് വീട്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ ടീച്ചറൊക്കെ സമ്മതിക്കണം, അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്. അതേ സമയത്ത് സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ അത് എത്ര ഈസി ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആ സമയത്ത്
ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഇത് കൂടുതൽ വലുതാവാതിരിക്കാൻ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും. ആ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഗ്രൂപ്പായിട്ട് കുട്ടികൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അത് കുട്ടികൾ പെട്ടെന്ന് ഒരു ഡിസിപ്ലിൻ പഠിക്കും. അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്താണോ പറയുന്നത്. പിന്നെ അടുത്തുള്ള കുട്ടികളോട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ സെയിം സാധനമാണ് സൂംബയിലുള്ളത്. അതായത് ഗ്രൂപ്പായിട്ടുള്ള ഒരു വർക്കൗട്ട് കുട്ടികൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, കൂടുതലായിട്ട് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ സ്മൈൽ ചെയ്തുകൊണ്ട് നമ്മൾ സൂംബ ചെയ്യാം. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മളെ ഏതൊരു സൂംബ ക്ലാസ്സിലാണെങ്കിലും ട്രെയിനർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ട്രെയിനർ ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഞാൻ നിങ്ങളോട് ഇപ്പൊ ചിരിച്ചാൽ നിങ്ങൾ തിരിച്ച് ചിരിക്കില്ലേ, അതേപോലെ എല്ലാരും ചിരിക്കുക മെയിൻ ആയിട്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് ചിരി മറന്നുപോയ ആൾക്കാരുണ്ടാവാം, വീട്ടിൽ നിന്നല്ല, ചിലപ്പം ഓഫീസിലെ സ്ട്രെസ് കാരണം ചിരി മറന്നുപോയ ആൾക്കാരുണ്ടാവാം. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടായാൽ പലരും പല രീതിയിലായിരിക്കും അവരുടെ മൈൻഡ് ഉണ്ടാവുക. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു വർക്കൗട്ടിൻ്റെ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ഹാപ്പി ആവും. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂംബ ആയാലും ജിം ആയാലും ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഏതൊരു എക്സസൈസ് ചെയ്യുന്ന സമയത്തും നമുക്കറിയാം അതിൻ്റെതായ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സൂംബയിലൂടെ കിട്ടാവുന്ന അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്കൊരു കുട്ടികൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുക? അല്ല പാരൻസിന് ഈ കുട്ടിയെ സൂംബയിലേക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ, അല്ല അങ്ങനെ ഒരു എക്സസൈസിലേക്ക് മുന്നോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? കുട്ടികൾക്ക് മാത്രമല്ല, പേരൻസിനും സൂംബയിലേക്ക് ജോയിൻ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹാപ്പി ഹോർമോണിൻ്റെ കാര്യം, അത് മെയിൻ കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണേ, ആ ഹാപ്പി ഹോർമോൺ ഉണ്ടാവണം. ആ ഹാപ്പി ഹോർമോൺ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് സൂംബ ക്ലാസ് മെയിൻ ആയിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ചെറിയ മക്കൾ തന്നെ നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ ഫാസ്റ്റ് ഫുഡും അങ്ങനെ കുറേ ഫുഡുകൾ നമുക്ക് എന്താണോ ശരീരത്തിന് ആവശ്യം അതല്ലാതെ എന്താ പറയുക ടേസ്റ്റിൻ്റെ പുറകെ പോയിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഒന്നുകില്ലെങ്കിൽ നമ്മൾ ഫുഡിലൂടെ കൺട്രോൾ ചെയ്യണം, അതിൻ്റെ കൂടെ ചെറിയ എക്സസൈസ്. എന്നാൽ ഇപ്പം അതും പറ്റുന്നില്ല എങ്കിൽ എക്സസൈസ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഓവറായിട്ട് വയറൊക്കെ തടിച്ച് അങ്ങനെ ഒരു നല്ല തടിയുള്ള കുട്ടിയാണ് എങ്കിൽ ആ കുട്ടി പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കുറച്ചും കൂടെ വർഷം കഴിയുമ്പം തന്നെ ആ കുട്ടിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് അങ്ങനെ എല്ലാ അസുഖങ്ങളും വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ മാക്സിമം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയ ഡോക്ടേഴ്സ് വരെ എന്താ വെയിറ്റ് കുറക്കണം, നിങ്ങളെ ഫുഡിൽ ചെറിയ മാറ്റം, ഇത് ആദ്യമേ നമ്മൾ ചെയ്യാം. ജനിച്ച ഒരു കുട്ടീനെ തന്നെ ഞാൻ പറയുന്നത് മീൻസ് ആ കുട്ടി കുറച്ച് നടക്കാനൊക്കെ പ്രായമായി ഓക്കെ ആണ്. അപ്പോൾ ഒരു 2-3 വയസ്സിലൊക്കെ, ഇപ്പം എൻ്റെ മകൾ 2-2.5 വയസ്സാണ്. അപ്പോൾ മകളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് ചെറിയൊരു സോങ് ഇട്ട് കൊടുത്തിട്ട് വെറുതെ എന്തെങ്കിലും കളിക്കട്ടെ, അവൾക്ക് ആവുന്നത് അവൾ ചെയ്യട്ടെ. കൃത്യമായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെറിയ ചെറിയ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ സോങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക, സിമ്പിളായിട്ട് കളിക്കട്ടെ. അപ്പം എന്നാണോ ആ കുട്ടി ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കളിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു സോങ് വെച്ച് തന്നിട്ട് മുന്നിൽ ഒരാൾ കളിക്കുമ്പോൾ അത് നോക്കിയിട്ട് കളിക്കാൻ പറ്റുക, ആ സമയത്ത് നമ്മൾ സൂംബ ക്ലാസ് എന്നല്ല, സൂംബ, യോഗ, എന്ത് ഫിറ്റ്നസ് പ്രോഗ്രാം ആയിക്കോട്ടെ അവിടത്തേക്ക് പറഞ്ഞേക്കാം. ആ കുട്ടി ഒരിക്കലും മോശമാവില്ല, അത് നമുക്ക് 100% ഉറപ്പായിരിക്കും. നിങ്ങൾ ഈ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞ സമയത്ത് നമുക്കറിയാം 90 കാലഘട്ടത്തിലാണ് സൂംബൻ്റെ ഒരു കടന്നുവരവ് ഉണ്ടാകുന്നത്. ലാറ്റിൻ റിതം ആണ് ഇതിന് കൂടുതലായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു പാശ്ചാത്യ സംഗീതം അല്ലെങ്കിൽ ലാറ്റിൻ റിതം ഇതിന് ചൂസ് ചെയ്യുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? അതിന് പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ കൊളംബിയക്കാരനായിട്ടുള്ള ബെത്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമുക്ക് ഈ സൂംബ എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അയാൾക്ക് ഒരിക്കലും നമ്മളുടെ ഇന്ത്യയിലുള്ള സോങ്സിനെ ഒന്നും കിട്ടില്ലല്ലോ. അപ്പം ബേസിക്കലി അവിടെയുള്ള സോങ്സിനെയാണ് ഇത് ചെയ്തത്. പിന്നെ ചില സോങ്സ് നമ്മളുടെ ബോളിവുഡിൽ നിന്നും അങ്ങനെ പല സ്ഥലത്തുനിന്നും അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ മിക്സ് ചെയ്തുകൊണ്ട് സോങ്, ഡാൻസ്, ഫിറ്റ്നസ്, അതിന് മൂന്നിനെയും കൂടി കോർത്തിണക്കിയിട്ടാണ് അവർ ഈ സൂംബ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ സോങ്സ് ഒന്നും നമുക്ക് യൂട്യൂബിൽ അങ്ങനെ കിട്ടില്ല, കാരണം ഇതിന് ട്രേഡ് മാർക്ക് ഉണ്ട്. ഈ സൂംബന്റെ സോങ്സിനായിക്കോട്ടെ അതിന്റെ എല്ലാ കാര്യത്തിനും ആ സൂംബ എന്നുള്ള പേര് നമ്മൾ മെൻഷൻ ചെയ്യണമെങ്കിൽ, ബോർഡിൽ നമ്മളൊരു സൂംബ ഇൻസ്ട്രക്ടർ ആണ് അങ്ങനെ ഒരു മെൻഷൻ ചെയ്യണമെങ്കിൽ
നമ്മൾ അതിന്റെ ഇൻസ്ട്രക്ടർ ആയിരിക്കണം. അതൊക്കെ അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മെയിൻ ആയിട്ട് ഞാനൊരു സൂംബ ഇൻസ്ട്രക്ടറാണെന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം നെറ്റിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പേര് അതിൻ്റെ അകത്ത് ഉണ്ടാവും, അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യും. മീൻസ് എൻ്റെ പേര് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് നെറ്റിൽ കാണാൻ പറ്റും. അത് Zumba.com പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. പിന്നെ എൻ്റെ പേര് മെയിനായിട്ട് നമ്മളിപ്പോൾ എൻ്റെ പേര് എന്നല്ല, ഇപ്പം ഏതൊരു സൂംബ ഇൻസ്ട്രക്ടറും അവർ ഫേക്ക് ആണോ നോക്കണമെങ്കിൽ മെയിനായിട്ട് അവരുടെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ ഒരിക്കലും അവരൊരു സൂംബ ഇൻസ്ട്രക്ടർ ആയിരിക്കില്ല. കാരണം അവരുടെ പേരിന് മുന്നിൽ അപ്പോൾ സിൻ എന്ന പേര് നമ്മളുടെ പേരിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും. അപ്പോൾ ആ സിൻ എന്ന് പറഞ്ഞാൽ സൂംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു നെറ്റ്വർക്കിന്റെ അണ്ടറിലാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്കൊക്കെ മന്ത്ലി ഓരോ വോളിയൂംസ് ആയിട്ട് ഓരോ സോങ്സും അവർ തരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും വേറെ ആർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതേപോലെ നമുക്കിപ്പോൾ അവര് കൊറിയോസ് അവർ തരുന്നതാണ്, സൂംബ കമ്പനി തരുന്നതാണ്. നമുക്ക് കൊറിയോസ് തരുന്നുണ്ട്, സോങ്സ് തരുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം, അതൊക്കെ നമുക്ക് അവർ ഫോണിലൂടെ നമുക്കത് പറഞ്ഞു തരുന്നു. അതിനായിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, സിൻപ്ലേ എന്നാണ് ഈ ആപ്പിന്റെ പേര്. അങ്ങനെ ഓരോന്നിനും ഓരോന്ന് അങ്ങനെ കൃത്യമായിട്ട് അത് കൊടുക്കുന്നത്. പലർക്കുള്ള ധാരണയാണ് ഏതെങ്കിലും വെസ്റ്റേൺ മ്യൂസിക് ആയിരിക്കും. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അതാണ് തെറ്റിദ്ധാരണ. ഇപ്പൊ സ്കൂളുകളിലൊക്കെ കാണുന്നുണ്ട് സൂംബ എന്ന് പറഞ്ഞിട്ട് വെറുതെ സോങ്സ് വെച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഇൻസ്ട്രക്ടർ ആണെങ്കിൽ കൂടെ നമ്മളിപ്പോ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ ഏതെങ്കിലും നമ്മളുടെ ഇതില് നമ്മള് കൊടുക്കുന്ന സമയത്ത് ഒരു 1 മിനിറ്റ് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കഴിയാൻ പാടില്ല എന്നുണ്ട്. കാരണം ആ സോങ് പുറത്തേക്ക് പോകുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷനും കൂടെ ഇതിലുണ്ട്. നമുക്ക് അതുപോലെ തന്നെ സാധാരണ ഒരു ജിമ്മിനെ സമീപിക്കുന്ന സമയത്ത് നമുക്കൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ വാം അപ്പ് സെക്ഷൻ, എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം വാം ഡൗൺ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? നിർബന്ധമായിട്ടും ചെയ്യണം. അത് ഇതിലുണ്ട്. ആദ്യം തന്നെ നമ്മൾ വാമപ്പിലാണ് സൂംബ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈ ലോ വോളിയത്തിലാണ് സോങ്സ് അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ 4 റിതംസ് ആണ് നമ്മൾ ബേസിക് 1 പഠിക്കുന്നത്. സൂംബന്റെ ബേസിക് 1 4 റിതംസ് ആണ് പഠിക്കുന്നത്. ആ 4 റിതംസും ഒന്ന് ഹൈ ആണ്, ഒന്ന് ലോ ആയിരിക്കും. ആ രീതിയിൽ ഹാർട്ട് ബീറ്റ് ഹൈയിൽ പോകുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരേ ഹാർട്ട് ബീറ്റിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് മേലെ പോയി കഴിഞ്ഞാൽ അതിനെ കൂൾ ഡൗൺ മീൻസ് അതിനെ താഴ്ത്തി കൊണ്ടുവരാനുള്ള അടുത്ത സോങ് ചെയ്ത് അങ്ങനെ സോങ്സ് മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് കൂൾ ഡൗൺ സെഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, ഈ സൂംബ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതായത് വരുന്ന സമയത്ത് നമ്മൾ വാമപ്പിന്റെ സോങ് കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യരുതെന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാമപ്പിൽ തന്നെ തുടങ്ങണം. കാരണം ബോഡി മെല്ലെ വാമായി വരണം. അപ്പോൾ വാമപ്പിൽ തുടങ്ങിയിട്ട് കൂൾ ഡൗൺ ചെയ്യാതെ ആരും പോകാനും പാടില്ല. കാരണം നമ്മൾ നല്ല ബീറ്റിലാണ് ഉണ്ടാവുക. നല്ല ബീറ്റുള്ള സോങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഹൈയിൽ പമ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക നമ്മളുടെ ബ്ലഡ് ഒക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പോൾ പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കൂൾ ഡൗൺ ചെയ്ത് നമ്മളുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആക്കിയതിന് ശേഷം മാത്രം സൂംബന്റെ ക്ലാസ് വിട്ട് പോവുക. അപ്പോൾ നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ജിം അല്ലെങ്കിൽ മറ്റൊരു എക്സസൈസിലൊക്കെ എസ്പെഷ്യലി ജിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്കൊരു തെറ്റിദ്ധാരണയായിട്ടുണ്ടാവാം. നമ്മൾ വൺസ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് തെറ്റിദ്ധാരണയാവാൻ ചിലപ്പോൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സൂംബ നമ്മൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നിരിക്കുക, അപ്പോൾ അത് ജീവിതകാലം മുഴുവൻ അത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ യോഗയിലാണെങ്കിലും ജിമ്മിലാണെങ്കിലും സൂംബയാണെങ്കിലും ഇതൊക്കെ ബേസ് ഫിറ്റ്നസ് ആണ്. അപ്പോൾ ഫിറ്റ്നസ് നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകണം. അത് പക്ഷെങ്കിൽ ഒരു ജിമ്മിൽ തന്നെ പോകണമെന്നോ ഒരു സൂംബ ക്ലാസ്സിൽ തന്നെ പോകണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്താൽ, ഒരു അരമണിക്കൂർ വാക്ക് ചെയ്താൽ അതും നമ്മളുടെ ഫിറ്റ്നസിന്റെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു പേയ്മെന്റ് ചെയ്യുന്ന ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ജിമ്മുകളിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മളൊരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സിമ്പിൾ ആണ്. അപ്പൊ അത് എല്ലാ ട്രെയിനേഴ്സും പറഞ്ഞു തരും ഇപ്പൊ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതും കൂടെ നമ്മൾ ചോദിച്ചു വേണം പോവാൻ. അല്ലാതെ ഞാൻ പെട്ടെന്ന് ഇന്ന് നിർത്തുന്നതെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിർത്തുന്നതിനേക്കാൾ ഉപരി നമ്മൾ നമ്മളുടെ ഐഡിയൽ വെയിറ്റ് എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക. മീൻസ് ഐഡിയൽ വെയിറ്റ് എത്താത്ത ആൾക്കാരാണെങ്കിൽ അത് എത്തിയതിന് ശേഷമാണെങ്കിൽ പിന്നീട് ചെറുതായിട്ടുള്ള ഡയറ്റും ബാക്കി വർക്കൗട്ടും കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ ലൈഫ് ലോങ് ചെയ്യണം ഫിറ്റ്നസ്. ഒരു പേഴ്സണൽ ട്രെയിനർ എന്നുള്ള രീതിയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എത്ര ഒരു സമയത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് പരിശീലിപ്പിച്ച് തുടങ്ങാം? കൃത്യമായ പരിശീലനം ഉണ്ടെങ്കിൽ
അത് ആർക്കും ചെയ്യാം. അതായത് ഒരു സെസ്, അതായത് സൂംബ എഡ്യൂക്കേഷണൽ സ്പെഷ്യലിസ്റ്റ്, അവരുടെ കീഴിലാണ് നമ്മൾ പഠിക്കുന്നത്. അവർ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇതെങ്ങനെയാണ് ഒരാൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഒരു ഗ്രൂപ്പാണ് നമ്മളെ മുന്നിലുണ്ടാവുക. ചിലപ്പോൾ ഒരാളായിരിക്കാം, രണ്ടാളായിരിക്കാം, അതൊരു 100 പേര് വരെ ഉണ്ടാവും നമ്മളെ ഫ്രണ്ടിൽ. അപ്പം നമ്മളടുത്ത് പ്രത്യേകം നമ്മുടെ ട്രെയിനർ പറയുന്നുണ്ട്, നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരാളാണെങ്കിൽ നിർത്തരുത് ഒരിക്കലും, അത് 100 ആളാവും. കാരണം അത്രയും നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് ഈ സൂംബയ്ക്ക് ഉണ്ട്, അത്രയും നല്ലൊരു ബെനിഫിറ്റ്സ് ഈ സൂംബയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ എഡ്യൂക്കേഷണൽ സ്പെഷ്യലിസ്റ്റ്, അതായത് സെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള്, അവര് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരും. ഇതിനൊരു മാനുവൽ ആയിട്ടുള്ള ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, പിന്നെ അതിനായിട്ടുള്ള കുറേ ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്നതാണെങ്കിൽ അത് ശ്വേത പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെസ് ആണ്. അവരുടെ അണ്ടറിൽ നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. ഒരു വെസ്റ്റേൺ ആർട്ടായിട്ടുള്ള സൂംബ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു, പിന്നെ കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ അതിലൊരു യാത്ര എങ്ങനെയാണ്? മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബെത്തോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സൂംബ ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ഇന്ത്യൻ വംശജയായിട്ടുള്ള സുജേത പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി, അവർ അമേരിക്കയിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് എല്ലാവരും ജിമ്മിലൊക്കെ പോകുന്ന പോലെ അവരും അവിടുന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം. അവർ സൂംബയിൽ ജോയിൻ ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർക്കത് ഇഷ്ടമായി. അപ്പൊ അവരങ്ങനെ ഇന്ത്യയിലേക്ക് വരികയും, ഇന്ത്യയിൽ അത്ര പ്രചാരണത്തിൽ ഇല്ലാതിരുന്ന സൂംബേന അപ്പൊ ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് കിട്ടട്ടെ അങ്ങനെ ഉള്ള രീതിയിൽ അവർ തിരിച്ച് പിന്നീട് വീണ്ടും അമേരിക്കയിലേക്ക് പോയി ബെത്തോൻ്റെ എടുക്കുന്ന ലൈസൻസ് എടുത്തു. അങ്ങനെയാണ് അത് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യയിലെത്തി കൂടുതലായിട്ട് അവർ എല്ലാവരോടും പ്രൊമോട്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടും അവർ ക്ലാസ് എടുത്തിട്ടും ഇത് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യ മൊത്തത്തിലായി, പിന്നെ കേരളത്തിലായി. നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സുരഭിയെ പോലെയുള്ള ട്രെയിനേഴ്സിന്, സൂംബ ട്രെയിനേഴ്സിന് വലിയൊരു സന്തോഷകരമായ വാർത്തയായിരിക്കുമല്ലോ. കാരണം വളരെ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു കാര്യം. കാരണം ഇന്ത്യയിലേക്ക് വരുന്നു, കേരളത്തിലേക്ക് വരുന്നു, കേരള സർക്കാർ ഇത് ഏറ്റെടുക്കുന്നു, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. എങ്ങനെ കാണുന്നു അതിനെ? ഇത് ഒരു അവരുടെ പിണറായി വിജയൻ സാറിന്റെ ഒരു നമ്മളെ പ്രസംഗത്തിൽ കണ്ടു. സൂംബ ഡാൻസ് ഇനി മുതലേ കുട്ടികൾക്കാണ്. ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയ മക്കള് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ പിന്നീട് എന്താ പറയുക, ഇതിങ്ങനെ സ്കൂളുകളിലൊക്കെ വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ നല്ല സന്തോഷം ഉണ്ടായി. കുറേ സ്കൂളുകളിൽ ഞങ്ങൾ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെ മെല്ലെ മാറാൻ തുടങ്ങി. ഇപ്പോൾ പുതിയ സർക്കുലർ വന്നത് ഞാൻ അറിഞ്ഞത്, മീൻസ് സ്കൂളിലുള്ള ടീച്ചേഴ്സ് തന്നെ ഇത് ചെയ്യണം എന്നാണ്. അപ്പം ടീച്ചേഴ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. സൂംബ എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ഫോമാറ്റ്, അതൊരു ട്രെയിനറാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും. അപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെയാണിത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഇത് പഠിച്ചിട്ട് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, ഇപ്പോൾ കലോത്സവത്തിനൊക്കെ പോകുന്ന മക്കൾ, അപ്പോൾ അവരിത് പഠിച്ചതിന് ശേഷം മറ്റുള്ള കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇതൊരു ഫിറ്റ്നസ് ഫോമാറ്റാണ്. അപ്പം ഇതുകൊണ്ട് എന്ത് ഹെൽത്ത് ഇഷ്യൂസ് വരും, ഇവർ കളിക്കുന്നത് ശരിയാണോ, അപ്പോൾ അതൊന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ ഇവർ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഡൗട്ടാണ്. അപ്പോൾ ഇത് ടീച്ചേഴ്സിന് തന്നെ ചെയ്യാം, അവർ സർട്ടിഫൈഡ് ആവണം. അപ്പോൾ അവരിപ്പോൾ BEd കഴിഞ്ഞ ആൾക്കാർ കേട്ടിട്ട് എടുക്കണം, അങ്ങനെ ഒരു സംഭവം പഠിത്ത് വന്നതല്ലേ, ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ എടുക്കട്ടെ. കാരണം 300ഓളം ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. നോർത്ത് കേരളയിൽ തന്നെ 300ഓളം സൂംബ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നുകില്ലെങ്കിൽ അങ്ങനെ സൂംബ ഇൻസ്ട്രക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതല്ലെങ്കിൽ ഇന്നും ഇൻസ്ട്രക്ടേഴ്സ് വരട്ടെ. കൂടുതൽ ഇൻസ്ട്രക്ടേഴ്സ് വരുന്നത് എപ്പോഴും നല്ലതാണ്. ചലഞ്ചിങ് ആവുന്നതാണല്ലോ കൂടുതൽ നല്ലത്. സ്കൂളിൽ പല രീതിയിലുള്ള ലഹരി വിമുക്ത പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈയിടെ ലഹരി വിമുക്ത പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൂംബി ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി രാവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തന്നെ ഒരു ലഹരിയാക്കി എടുക്കാനുള്ളത്. സന്തോഷം തോന്നിയോ? കാരണം മെയിനായിട്ട് ഇപ്പോൾ സൂംബ ഇപ്പം അടുത്താണ് എല്ലാവരും അറിഞ്ഞത്. അതേസമയത്ത് പണ്ട് കാലത്ത് എല്ലാവരും ജിമ്മിലാണ് പോവുക. ജിമ്മിൽ പോകുന്ന മക്കളൊന്നും ചീത്തയാവില്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം ജിമ്മിൽ പോകുമ്പം കൂടുതലായിട്ട് ഈ ലഹരീൻ്റെ പേരുകളല്ല ഇവര് ഈ പ്രോട്ടീൻ മുട്ടയിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്,
അങ്ങനെ ചെറുപയറിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, ഇവർ പ്രോട്ടീന്, വിറ്റാമിൻസ്, മിനറൽസ്, കാൽഷ്യം ഇതിനെക്കുറിച്ചാണ് ഇവർ പഠിക്കുന്നത്. അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലേ. അപ്പൊ എന്തിനാ പുറത്തുനിന്ന് ഒരു ലഹരി, നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ലഹരി ഉണ്ടാക്കുക. അപ്പം മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ സൂംബ എന്ന് പറയുന്ന സോങ്സ്, ആർക്കാ ഒരു പാട്ട് ഇഷ്ടമല്ലാത്ത? അപ്പം നല്ല റിതമുള്ള ഒരു സോങ്ങും അതിൻ്റെ കൂടെ ഒരു ഡാൻസ് ഫോമാറ്റിലുള്ള ഒരു ഫിറ്റ്നസ്സും കൂടി ആകുമ്പോൾ അത് നമ്മളൊന്നും പറയണ്ട, അത് ലഹരിക്ക് അപ്പുറമായിരിക്കും. ഓക്കെ സുരഭി, കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. കാരണം പലർക്കും ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഇത്. കാരണം റീസെൻ്റ്ലി ആണ് നമ്മൾ സൂംബയെ കുറിച്ച് കുറേ കേട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പും പല ആളുകൾക്കും ഒരുപാട് ധാരണ കുറവുകളും തെറ്റിദ്ധാരണയൊക്കെ നിലനിൽക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു സൂംബ. അതിന് നല്ല രീതിയിലുള്ള ക്ലാരിറ്റി തന്നതിന് താങ്ക് യു.